നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഷൊർണൂർ നഗരത്തിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്ത് 6 പവൻ സ്വർണം കവർന്നു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ ഗോൾഡ് ലോൺ സ്ഥാപനത്തിന്റെ ഷട്ടറുകളും അകത്തെ വാതിലുകളും തകർത്ത് ഉള്ളിൽ കടന്ന മോഷ്ടാവ് ലോക്കർ തുറക്കുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ഫ്രണ്ട് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ജീവനക്കാരുടെ മാലയുമായി കടന്നുകളഞ്ഞ പ്രതിക്കായി ഷൊർണൂർ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ +1 വിദ്യാർത്ഥിയെയും പെൺകുട്ടിയെയും മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ടെത്തി. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനിടയിൽ വിയ്യൂർ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കാണാതായ 10 വയസ്സുകാരനെ നാസിക്കിൽ നിന്നും സുരക്ഷിതമായി കണ്ടെത്താൻ പോലീസ് സംഘത്തിന് സാധിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം വിയ്യൂർ ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് സാഹസികമായി ഈ ദൗത്യം പൂർത്തിയാക്കിയത്. വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ഭദ്രം പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപയുടെ കൈത്താങ്ങുമായി വ്യാപാരി കുടുംബത്തിന് ആശ്വാസം. അന്തരിച്ച വ്യാപാരി പോൾ KP-യുടെ കുടുംബത്തിനുള്ള ധനസഹായം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ കൈമാറി. വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾക്കൊപ്പം ഗ്യാസ് ക്ഷാമവും പരിഹരിക്കുവാനുള്ള ബദൽ മാർഗങ്ങളും യോഗത്തിൽ ചർച്ചയായി. ചേലക്കരയിലെ നിയമലംഘന ക്വാറികൾക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അമിതഭാരം കയറ്റിയ ലോറികൾക്ക് പോലീസ് കനത്ത പിഴ ചുമത്തി. വെങ്ങാനല്ലൂർ സെൻട്രൽ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞതോടെയാണ് ചേലക്കര പോലീസ് പരിശോധന നടത്തിയത്. 2 ടിപ്പർ ലോറികളിൽ നിന്നായി 34,000 രൂപയാണ് പിഴ ഈടാക്കിയത്. നിയമലംഘനം നടത്തുന്ന ക്വാറികൾക്കും വാഹനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു.